അടുത്തതായി ശാസ്ത്ര പ്രചാരണത്തിന്റെ പുതിയ ലോകം. യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രചാരത്തിൽ വന്നപ്പോൾ ആ മാധ്യമത്തെ ശാസ്ത്രീയമായ ആശയപ്രചാരണത്തിനായി ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് തിരിച്ചറിയുകയും അത് വിജയകരമായി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന 3 പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. പോപ്സായ് സയൻസ് വ്ലോഗിംഗ്, സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയവുമായി അവർ നമുക്കിടയിൽ സംവദിക്കുന്നു. ലെറ്റ്സ് വെൽക്കം വിജയ് കുമാർ ബ്ലാത്തൂർ, വിഷ്ണു വാസുദേവ്, ചന്ദ്രശേഖർ രമേശ്. ഈ ചർച്ചകൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ മോഡറേറ്ററായി ശ്രീ സുരേഷ് ചെറുളിയും എത്തുന്നു. നമുക്ക് കൈയടികളോടെ അവരെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ലിറ്റ്മസിൻ്റെ ഭാഗമായ പോപ്പ് സയൻസ് സബ്ജക്റ്റിലേക്ക് ഒരു ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലെ യൂട്യൂബ് ചാനലുകളും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്, അല്ലെങ്കിൽ സ്യൂഡോ സയൻസ്, അല്ലെങ്കിൽ കള്ളങ്ങളാണ് കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സയൻസിൻ്റെ പ്രചാരണം. പക്ഷേ അതിന് വളരെ അധികം വ്യൂവേഴ്സിന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് മാസ്സായിട്ട് സ്പ്രെഡ് ആവുന്നില്ല. കാരണം പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വികാരത്തിൻ്റെ മുകളിൽ റണ്ണ് ചെയ്യുന്ന സാധനമല്ല. വികാരമില്ല, അത് ഒരാളോടും ബയാസല്ല. കൂടാതെ അത് പ്രചരിപ്പിക്കാൻ കുറച്ച് വസ്തുത അന്വേഷിക്കണം, ഫാക്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ആളുകൾക്ക് അത്ര എളുപ്പം ദഹിക്കില്ല. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്ന അപൂർവം ആളുമായിട്ടാണ് ഇന്ന് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഒരു ചെറിയ ഡിസ്കഷനാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ആദ്യമായിട്ട് വിജയ് കുമാർ, സയൻസ് സബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ധാരണ, അതായത് കോർ സയൻസിനെ പറ്റി, ഫിസിക്സ്, ബയോളജി, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിഷയങ്ങളെ പറ്റി മാത്രമായിരിക്കണം സംസാരിക്കേണ്ടത് എന്നുള്ളൊരു പൊതുധാരണയുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് സയൻസ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള അറിവുകളുമാണ്. ഏത് അറിവിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും സയൻസാണ്. അല്ലാതെ സയൻസിനായിട്ട് പ്രത്യേകിച്ചിട്ട് ഇനി നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന പോലെ സയൻസിൻ്റെ ക്ലാസ് എന്ന് പറയുന്ന പോലെ ഇല്ല. എല്ലാ അറിവുകളും സയൻസാണ്. പ്രപഞ്ചത്തെ അറിയാനുള്ള അന്വേഷണങ്ങളാണ് സയൻസ്. നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെ എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള അന്വേഷണമാണ് സയൻസ്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാകുന്നത്ര ലളിതമാകണമെന്നില്ല. എപ്പോഴും അതിൽ കുറച്ചൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില അറിവുകളുടെ പിൻബലത്തോടു കൂടി മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതുണ്ടാകും. അത് എല്ലാവരെയും പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭൂമിയിലെ എല്ലാവർക്കും സയൻസ് വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന ഒരു സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ലളിതമാകുമെന്നാണ് എൻ്റെയും വിശ്വാസം. മതവും ജാതിയും അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വേർതിരിവുകളും മറന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെത്താൻ ഏറ്റവും പ്രധാനം ശാസ്ത്ര അറിവ്, അതായത് സയൻസിൻ്റെ അറിവ് ആയിരിക്കും എല്ലാവർക്കും എത്തുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രധാനമായിട്ടുള്ളൊരു പ്രവൃത്തി വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് വിഷ്ണു, സാധാരണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പൊതുമേ എന്തെങ്കിലും പരിമിതികൾ നേരിടാറുണ്ടോ ഈ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്? പരിമിതികളുണ്ട്. അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് പറയുമ്പം നമുക്ക് അത് ഒരു വിഷ്വലായിട്ട് കാണിക്കണം. അപ്പം നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കുക വേണം. അപ്പം ഗ്രാഫിക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മളത് ഒരു അനിമേഷൻ പോലൊക്കെ കാണിക്കണം. പക്ഷേ നമ്മുടെ മലയാളത്തിലൊരു സയൻസ് ചാനലിൽ നിന്നുകൊണ്ട് അത്തരത്തിൽ അനിമേഷൻസ് കാണിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മോണിറ്റൈസേഷൻ വളരെ കുറവായിരിക്കും. കാരണം ഒരു വലിയ ഒരു ആളുകളിലേക്ക് പോകുന്നില്ല, മലയാളികൾ മാത്രമാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇത് ഉണ്ടാക്കാനുള്ള പരിമിതിയുണ്ട്. പിന്നെ ഞാൻ തന്നെ സ്വയം പഠിച്ചിട്ട് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വേറെയും ജോലികളുണ്ട്. അപ്പോൾ അതിനിടയിലാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ അനിമേഷൻസ് ഉണ്ടാക്കുന്നതിലുള്ള പരിമിതികളുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന ചില ശാസ്ത്രങ്ങളൊക്കെ വിശ്വാസികൾക്ക് എതിരെ ആയിരിക്കും,
അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ ആയിരിക്കും. ഇപ്പം നമ്മൾ ബിഗ് ബാങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പം നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുമ്പോഴും അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ആക്രമിച്ചാൽ പോലും അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മളെ സ്നേഹിക്കുകയും പിന്നീടുള്ള വീഡിയോകളിൽ അവരുടെ വിശ്വാസത്തെ ബുദ്ധിമുട്ടിക്കാതുള്ള ചില വീഡിയോ, അതായത് ഇപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അവിടെ കാര്യമായിട്ട് ഒന്നും നമ്മൾ വിശ്വാസത്തെ വേദനിപ്പിക്കുന്നില്ല. അപ്പോൾ ആ വീഡിയോകളിൽ ഇതേ ആളുകൾ, ചീത്ത വിളിച്ച ആളുകൾ തന്നെ വന്ന് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ വിഷ്വലി നമുക്ക് കാണിക്കാനുള്ളൊരു പ്രയാസം, മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ആക്രമണം. പക്ഷേ ഈ ആക്രമണം അതൊരു സീരിയസ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. ഒരു സോഷ്യൽ മീഡിയയിലുള്ള കമൻസിലൂടെയുള്ള ആക്രമണം അല്ലാതെ അതിനപ്പുറം ഒരു പ്രശ്നവും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വിഷ്വലി കാണിക്കുക എന്നുള്ളതൊരു വലിയ പ്രോബ്ലമാണ്. ഇപ്പോൾ CR ഇപ്പം ആക്രമണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെയോ എന്തെങ്കിലും കട്ട് ചെയ്ത് ഒഴിവാക്കാറുണ്ടോ? ഒരു സ്റ്റോപ്പ് ഇത് പറയണ്ട എന്നുള്ള രീതിയിൽ. എല്ലാവർക്കും നമസ്കാരം. അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് ഏതെങ്കിലും കാര്യങ്ങൾ ആരെയെങ്കിലും പേടിച്ചിട്ട് ഏതെങ്കിലും കണ്ടന്റ് ഒഴിവാക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം ഞാനത് ചെയ്യാറില്ല എന്നുള്ളതാണ്. അതായത് വളരെ സുഖമായിട്ട് മതം പോലെയുള്ള കാര്യത്തിനെ തൊടാതെ അതിനെയൊക്കെ തൊട്ട് തലയോടിക്കൊണ്ട് സയൻസ് പറയാം, അങ്ങനെ പറയുന്ന ഒരുപാട് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, പറയേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അശാസ്ത്രീയ ചികിത്സകളെ തൊട്ട് തലോടിയുള്ള സയൻസ് ചാനലുകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതും സയൻസാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചാനലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെ കൃത്യമായി അറച്ചു നിൽക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിന് തെളിവില്ല, അതുകൊണ്ട് ദൈവമില്ല. അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളുടെ കാര്യത്തിലാണെങ്കിലും തെളിവ് വരുന്നത് വരെയും അത് ശാസ്ത്രമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ വീഡിയോയിലും പോകുന്നത്. അപ്പോൾ ഒരിടത്തും കണ്ടാൽ പകച്ചു നിൽക്കുന്ന പരിപാടി എനിക്കില്ല. ഓക്കെ, വിജയ്, അടുത്തത് നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ എല്ലാവരും സയൻസ് പഠിക്കുക, ഒരു ടീച്ചർ ഉണ്ടാവും സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പക്ഷേ അവിടെ നടക്കുന്നത് സയൻസ് പഠനമുണ്ട്. പക്ഷേ പുറത്തു വരുന്ന കുട്ടികളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ, നമ്മൾ ശരിക്കും വേണ്ട രീതിയിൽ സയൻസിൻ്റെ രീതിയിലുള്ള ഒരു ചിന്ത കുട്ടികൾക്ക് ടെക്നോളജി ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ഫിസിക്സ് ആണ്, കെമിസ്ട്രി ആയാലും ആ രീതിയിൽ ചിന്തിക്കാൻ, എന്ത് മെത്തേഡിലാണ് സയൻസ് വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ മനസ്സിന് ഉൾക്കൊണ്ട് ചിന്തിക്കാനുള്ള പ്രാപ്തരാക്കുന്നില്ല. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? നമ്മുടെ സ്കൂളുകളിലെ സയൻസിൻ്റെ പഠിപ്പിക്കുന്നതിൻ്റെ രീതിയുടെ വലിയ പ്രതിസന്ധിയാണ് നമ്മൾ പ്രത്യേകിച്ചും കേരള സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെല്ലാവരും സയൻസ് ഏറ്റവും കുറഞ്ഞത് 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചവരായിരുന്നല്ലോ. അതിൻ്റെ ശേഷം നമ്മൾ വേറെ വിഷയങ്ങൾ എന്തൊക്കെ പഠിച്ചു പോയാലും സയൻസിൻ്റെ ബേസ് നമ്മൾ പഠിച്ചു എന്നാണ് വെപ്പ്. പക്ഷെ നമ്മൾക്ക് അടിസ്ഥാന ശാസ്ത്ര ബോധം ഇല്ലാത്ത ഒരു വലിയ ഒരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ടാണ് പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരുന്നത്. അതിലുള്ള പ്രശ്നങ്ങൾ അധ്യാപകർ തൊട്ടിട്ട് നമ്മുടെ സിലബസ് തൊട്ടിട്ട് പല ഘടകങ്ങളുണ്ട്. അതായത് ഈ സയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കുട്ടികളിൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അല്ലെങ്കിൽ മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണക്കുറവുണ്ട്. പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും ഈ ശാസ്ത്ര വിഷയങ്ങളിൽ അവരുടെ ആത്മാർത്ഥത, അവരെ പൂർണ്ണമായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ടല്ല പഠിപ്പിക്കുന്നത്, ജോലിക്ക് വേണ്ടി മാത്രം പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു വിഷയം. ഉദാഹരണമായിട്ട് നമുക്ക് പരിണാമം തന്നെ എടുക്കാം. പരിണാമം പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും യഥാർത്ഥത്തിൽ ആ പരിണാമത്തിൻ്റെ സത്യയോടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് പരിണാമം പഠിപ്പിക്കുന്നത് ക്ലാസ്സിൽ മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രവും പരിണാമത്തിനപ്പുറത്ത് അവരുടെ മതബോധത്തിന് വിശ്വസിച്ചുകൊണ്ട് അതാണ് ശരിയായ ശരി എന്ന് വീണ്ടും ക്ലാസ്സിൻ്റെ അവസാനം പറയുകയും ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൂടെ അവരുടെ വേറെയൊക്കെയുള്ള പ്രകടനങ്ങളിലൂടെ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സയൻസ് പഠിച്ചു എന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് ഉള്ളത് കൊണ്ട് പോലും നമുക്ക് ശാസ്ത്രബോധം എന്ന് പറയുന്നത് നമ്മളുടെ ആരിലും എത്തുന്നില്ല. അത് പിന്നീട് പലരും നേടുന്നതാണ്.
മറ്റ് കാരണങ്ങളിലൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഉള്ള ഒരു രീതി ഒന്ന് മാറണം. രണ്ടാമത്തേത് സയൻസ് പറയുക എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇതൊക്കെ കൂടിയതാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത്. ഇതെല്ലാം പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എന്തിനാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്, ഇപ്പം മാത്തമാറ്റിക്സും സയൻസ് തന്നെയാണ്. ആ നമ്മൾ പഠിച്ച ഇക്വേഷൻസൊക്കെ എന്തിനാണെന്ന് വളരെ ചോദിക്കുന്നവരുണ്ടാവും. നമുക്ക് അത് എന്തിനാണെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ നമ്മുടെ അധ്യാപകർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ സയൻസ് പറയുമ്പോഴുണ്ടാകേണ്ട ലളിതമാക്കാനുള്ള രീതികൾ പരിശീലിപ്പിച്ചെടുക്കേണ്ടി വരും. സയൻസ് അധ്യാപകരിൽ കുറേ കൂടി പരിശീലനം വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ സയൻസിൻ്റെ രീതി എന്ന് പറയുന്നത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ വെറും അതിലുള്ള സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സയൻസ് പറയുമ്പോൾ ഒരു തെർമോക്കോൾ വായിലിട്ട് ചവച്ചിട്ട് കിട്ടുന്ന ഒരു രുചി, അത്തരത്തിലുള്ള നിർവികാരമായിട്ടുള്ള ഒരു രുചിയിലൂടെയാണ് സയൻസ് കൊണ്ടുവരേണ്ടത് എന്നാണ് പലരും കരുതുന്നത്. അങ്ങനെയല്ലാതെ തന്നെ മാമ്പഴ രുചിയോട് കൂടിയിട്ടും നമുക്ക് സയൻസ് പറയാൻ പറ്റും, നമുക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ. പക്ഷേ അപ്പോഴും പറയുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മിത്തുകളോ കഥകളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉപമകളോ ഒക്കെ സയൻസിനെ തെറ്റിദ്ധരിപ്പിക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ കോറിൽ നിന്ന് മാറിപ്പോകാതെ അതിൻ്റെ എസൻസ് മാറാതെ സൂക്ഷിക്കാനുള്ള ശ്രദ്ധ വേണമെന്നുള്ളതാണ്. അപ്പോൾ അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്, സയൻസ് പറയുന്ന ആൾക്ക് സയൻസ് ആ പറയുന്ന വിഷയം, എല്ലാ സയൻസും അല്ല, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ല തെളിമ അദ്ദേഹത്തിന് നേടണം. ആ തെളിമ നേടിയതിൻ്റെ ശേഷമായിരിക്കണം പറയേണ്ടത്. അങ്ങനെ തെളിമ നേടിക്കഴിഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ മനസ്സിലാകുന്ന വിധത്തിൽ, ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ സ്കൂളുകളിൽ അത്തരത്തിലുള്ള ഒരു തെളിമയുള്ള അധ്യാപകരിലേക്ക് പോകണം. അവരെടുക്കുന്ന ക്ലാസ് അത്രയും തെളിമയോടെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രസകരമായിട്ട് അല്ലെങ്കിൽ മടുപ്പില്ലാതെ മുഷിപ്പില്ലാതെ അവർക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ എല്ലാ വിദ്യാർത്ഥികളിലും എത്തും. അത്തരത്തിൽ ശാസ്ത്ര അറിവുകളെ എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം സയൻസ് കമ്മ്യൂണിക്കേറ്റർമാർ ചെയ്യേണ്ടത്. ഞാൻ എന്നെ വിശ്വസിക്കുന്നത് ഞാൻ ഒരു സയൻസ് കമ്മ്യൂണിക്കേറ്ററാണ്, ഞാൻ ഒരു ഗവേഷകനോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ശാസ്ത്രം ലളിതമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പറയുന്നതിൽ തെറ്റുവരരുത്. അതിനുള്ള ചെക്കിങ് നമ്മൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒരിക്കലും ഇതിലെ അവസാന വാക്കായെന്നോ, സയൻസിന് അങ്ങനെ അവസാന വാക്കുമില്ല. അപ്പം നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന ശ്രമങ്ങളിൽ ഏതൊക്കെ വിധത്തിലായിരിക്കണം എന്നുള്ളത് നമ്മുടെ ചർച്ചയിൽ പിന്നീട് തുടർന്ന് നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് വിഷ്ണു, ഇപ്പം സയൻസ് നമ്മൾ ഒരാളോട് പറയുമ്പോൾ അല്ലെങ്കിൽ അധ്യാപകൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട് ചില കുട്ടികളോട്. ചെറുപ്പം മുതലുള്ളൊരു ബോധമാണ് ആളുകളുടെ മനസ്സിൽ. സയൻസ് എന്ന് പറയുന്നത് നാളെ മാറ്റി പറയും, അല്ലെങ്കിൽ സയൻസ് കീപ്പ് ഓൺ ചേഞ്ചിങ് എന്നുള്ളത് ആളുകളുടെ ഇടയിൽ അതൊരു നെഗറ്റീവായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ അത് ആക്ച്വലി ക്വാളിറ്റിയാണെന്ന്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം നിരന്തരമായിട്ട് എനിക്ക് കിട്ടുന്ന ചില കമൻറ്റുകൾ അങ്ങനെയുള്ളതാണ്. അതായത് നമ്മളൊരു ശാസ്ത്ര കണ്ടുപിടുത്തത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പം കുറേ പേര് പറയും, നിങ്ങൾ തന്നെ ഇത് നാളെ മാറ്റി പറയും, ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുക, അപ്പോൾ ഇതിലേതാണ് വിശ്വസിക്കേണ്ടതെന്നുള്ള ഒരു ചോദ്യം ഉണ്ട്, പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് പലപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയം കൂടിയാണ്. അപ്പം ഞാനിത് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഞാൻ ഒന്ന് വിശദീകരിക്കാം. അപ്പം ഞാനൊരു ഗവേഷക വിദ്യാർത്ഥിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് PhD ഭാഗമായിട്ട് ഞാൻ ചില ശാസ്ത്ര പ്രബന്ധങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ എൻ്റെ പ്രബന്ധങ്ങളെന്ന് പറയുന്നത് മറ്റൊരാളുടെ കണ്ടെത്തലിലെ പെശകുകൾ ആണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ അവസാനത്തെ 2 പേപ്പറുകൾ അത് സ്പ്രിംഗർ നേച്ചറിൽ വന്നിട്ടുള്ള 2 പേപ്പറുകളാണ്. ആസ്ട്രോഫിസിക്സ് ആൻഡ് സ്പേസ് സയൻസ് എന്ന് പറയുന്ന ഒരു സ്കൈ ഇൻഡെക്സ്ഡ് പേപ്പറിലാണ്, ജേണലിലാണ് വന്നത്. അപ്പോൾ അതിൽ എൻ്റെ റിസർച്ച് പ്രോബ്ലം വളരെ ഫേമസ് ആയിട്ടുള്ള വെറാസി റൂബിൻ ഒബ്സർവേറ്ററിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രബന്ധമായിരുന്നു. അതിലൊരു പ്രശ്നവും അതിൻ്റെ സൊല്യൂഷനുമാണ് ഞാൻ കൊടുത്തത്. ഇപ്പോൾ വെറാസി റൂബിൻ ഒബ്സർവേറ്ററി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഒരു വർഷം മുതൽ, എനിക്കൊന്ന് കഴിഞ്ഞ ജൂൺ മുതൽ അടുത്തൊരു 10 വർഷത്തേക്ക് ചിലിയിൽ നിന്നുകൊണ്ട് സദേൺ ഹെമിസ്ഫിയറിൻ്റെ ഒരു വലിയ പാച്ച് അത് ക്യാപ്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യർ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഡിജിറ്റൽ ക്യാമറയാണ് ഈ വെറാസി റൂബിൻ ഒബ്സർവേറ്ററി. അപ്പോൾ അത് എല്ലാ ദിവസവും രാത്രിയിൽ ക്യാപ്ചർ ചെയ്യും. അത് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഡാർക്ക് മാറ്ററിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മാപ്പ് ഇതുവരെ ഡാർക്ക് മാറ്റർ എന്താണെന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ല. അതിന് നമുക്കിപ്പോൾ ഗാലക്സി റൊട്ടേഷണൽ പ്രോബ്ലം എന്താണെന്ന് നമുക്കറിയത്തുള്ളൂ. അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ഡാർക്ക് മാറ്റർ. അപ്പോൾ ഈ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പഠിക്കാൻ, അതിൻ്റെ മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വളരെ വിദൂരതയിൽ നിന്ന് വരുന്ന ഗാലക്സിയിലെ പ്രകാശങ്ങൾ
അതിനിടയിലുള്ള ഗാലക്സികൾ അല്ലെങ്കിൽ അവിടെയുള്ള ബ്ലാക്ക് ഹോളിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന സ്പേസ് ടൈമിലെ വളവ് കാരണം വളഞ്ഞിട്ടാണ് നമ്മുടെ ഭൂമിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വീക്ക് ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വളരെ വീക്കാണ് ഇത്തരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ വളരെ വീക്കായിട്ടുള്ള മാറ്റങ്ങളെ 10 വർഷത്തോളം നിരന്തരമായി നിരീക്ഷിച്ച് കഴിയുമ്പം അതിൻ്റെ എത്രമാത്രം, അതായത് ഈ ഡാർക്ക് മാറ്റർ കാരണം ഉണ്ടാകുന്ന വളവ് എത്രയാണ്, നോർമൽ മാറ്റർ കാരണം ഉണ്ടാകുന്ന വളവ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ എൻ്റെ ഒരു റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ചിലിയിൽ സ്ഥിതി ചെയ്യുന്ന വെറാസി റൂബിൻ ഒബ്സർവേറ്ററി അത് ഭൂമിയുടെ ക്രസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിൽ വായുവിൻ്റെ ഒരു ടെർബുലൻസ് എല്ലായ്പ്പോഴും ഉണ്ട്. കാരണം ഈ ചിലിയുടെ വളരെ അടുത്താണ് പസഫിക് സമുദ്രം. അപ്പോൾ പസഫിക് സമുദ്രത്തിൽ നമുക്കറിയാം, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു കാറ്റല്ല പസഫിക് സമുദ്രത്തിലുള്ളത്. ഈ കാറ്റ് ശക്തമായിട്ട് ഈ കോണ്ടിനെൻറ്റിൻ്റെ പ്രതലത്തിലേക്ക് അടിച്ചു കയറുകയാണ്. അവിടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്, മരങ്ങളുണ്ട്, മലകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വന്ന് തട്ടുമ്പം വലിയ രീതിയിലുള്ള ടെർബുലൻസ് ഉണ്ടാകും. ഈ ടെർബുലൻസ് കാരണം അവിടെ നിന്ന് വരുന്ന ഈ പ്രകാശത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ നക്ഷത്രം കാണുമ്പം നമുക്ക് ആ നക്ഷത്രത്തിൽ ഒരുപാട് സ്പോക്സ് കാണാൻ സാധിക്കും. നക്ഷത്രം എന്ന് പറയുമ്പം അതൊരു ഗോളമാണ്, അപ്പോൾ ഒരു ഡോട്ടായിട്ടാണ് കാണേണ്ടത്. പക്ഷെ നമ്മൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കൊമ്പുകളുള്ളത് പോലെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ക്രിസ്മസിന് നമ്മൾ വാലുകളുള്ള നക്ഷത്രം ഫ്രണ്ടിൽ തൂക്കുന്നത്. അപ്പോൾ ഈ വളവ് കാരണം അവിടെ ഉണ്ടായിരുന്ന ആ വീക്ക് ഗ്രാവിറ്റേഷണൽ ഡിസ്റ്റർബൻസ് അത് ലോസ് ആയി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവർ ഈ പോയിന്റ് സ്പ്രെഡ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചെയ്താലും നമുക്ക് ആ വീക്കായിട്ടുള്ള ഗ്രാവിറ്റേഷൻ ലെൻസിങ് കിട്ടില്ല. അപ്പോൾ ഇത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അവർ കോടിക്കണക്കിന് ഡോളേഴ്സാണ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പം എൻ്റെ പ്രോബ്ലം, ഞാൻ ഈ പ്രോബ്ലമാണ് ചൂണ്ടിക്കാണിച്ചത്. അതിനെ മറികടക്കാൻ വേണ്ടി എഫിഷ്യൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്, ഞാൻ ലിൻഫോമറാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ എഫിഷ്യൻറ്റ് ട്രാൻസ്ഫോമർ വെച്ചിട്ട് വളരെ ഫാസ്റ്റായിട്ട്, അതായത് ഈ 10 വർഷത്തെ ഡേറ്റ എന്ന് പറയുമ്പോൾ 60 പെരാബൈറ്റ് ആണ്. 60 പെരാബൈറ്റ് എന്ന് പറയുമ്പം ഒരു പെരാബൈറ്റ് 10 ലക്ഷം ജിഗാബൈറ്റ് ആണ്. അപ്പം അത്രയും വലിയ സൈസിലുള്ള ഡേറ്റ നമുക്ക് ഒരിക്കലും ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നിലവിലുള്ള മെത്തഡോളജി വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ഇതിനെ ഡീകൺവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് മുന്നോട്ട് വെച്ചത്. അപ്പം ഞാൻ അവിടെ ചോദ്യം ചെയ്തത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റിനെയാണ്. അതിൻ്റെ അർത്ഥം അമേരിക്കൻ ഗവൺമെൻറ് ആ പ്രൊജക്റ്റ് തെറ്റാണെന്നല്ല, അതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൂടെ തിരുത്തിക്കഴിഞ്ഞാൽ അതിനെ കുറേ കൂടെ ബെറ്ററാക്കി മാറ്റാം. എന്നിട്ട് ഞാനൊരു സൊല്യൂഷൻ കൊടുത്തു. ആർക്ക് വേണമെങ്കിലും എൻ്റെ സൊല്യൂഷൻസ് എടുക്കാം. എൻ്റെ മെത്തഡോളജിയും ഒക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും വായിച്ചിട്ട് എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ പിന്നെയും കറക്റ്റ് ചെയ്യാം. അങ്ങനെ പരസ്പരം കറക്റ്റ് ചെയ്ത് പരസ്പരം വളരെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു സംഭാഷണമായിരിക്കും ഈ ഓരോ പ്രബന്ധങ്ങളും പബ്ലിഷ് ചെയ്ത് വരിക എന്നുള്ളത്. അപ്പം ഞാൻ വരുന്നത് കേരളത്തിലെ IHRD ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പോൾ IHRD സ്ഥാപനവും അതിൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള KTU ഒന്നും ഈ സായിപ്പിനൊന്നും അറിയില്ല. അവർ IIT-കാരനൊന്നും അല്ലല്ലോ, ഏതോ IHRD ഏതോ ഒരു സ്ഥാപനത്തിൽ നിന്ന് വരുന്ന ആളല്ലേ എന്ന് വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാം. പക്ഷെ അവർ ചിന്തിക്കില്ല. ഇവൻ ആരാണ് ഇതിനെ ചോദ്യം ചെയ്യാനെന്ന് ആരും ചിന്തിക്കത്തില്ല. പക്ഷേ അവർ അത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യും. 1-2 റൗണ്ട് പിയർ റിവ്യൂസ് നടത്തും. അതിനുശേഷം ഇത് അത്രയും മികച്ചതാണെന്ന് തോന്നിയാൽ മാത്രം അവർ നമ്മളെ ആശ്ലേഷിക്കും. നമ്മളെ പുകഴ്ത്തിക്കൊണ്ട് അവർ റിവ്യൂ എഴുതി നമുക്ക് തരും. നമ്മുടെ പേപ്പർ പബ്ലിഷ് ചെയ്യും. അത് കൂടുതലായിട്ട് പഠിക്കും. അതുപയോഗിച്ചിട്ട് വെറാസി റൂബിൻ ഒബ്സർവേറ്ററിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. അതായത് ഈ സയൻറ്റിസ്റ്റിൻ്റെ ജോലി എന്ന് തന്നെ പറയുന്നത് സയൻസിനെ മികച്ചതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് മികച്ചതാക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ക്രിട്ടിക്കലി ഓരോ തിയറികളുടെയും പിന്നിലുള്ള പ്രശ്നങ്ങൾ അവർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അത് സയൻസിനെ കൂടുതലും മികച്ചതാക്കും. പക്ഷേ അല്ലാതെ ഒരു വ്യക്തിയെ നമുക്കിങ്ങനെ ആക്കാൻ പ്രയാസമായിരിക്കും. ആ വ്യക്തി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് തരത്തില്ല. അല്ലെങ്കിൽ മതങ്ങളെ നമ്മൾ ഇത്തരത്തിൽ മാറ്റാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു തിരിച്ചടിയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ സയൻസിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇത്തരത്തിൽ പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്നത്. സയൻസിൻ്റെ ഭാഗത്ത് മാത്രമേ നടക്കത്തുള്ളൂ. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ വളരെ പാവപ്പെട്ടൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ എന്തും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ആ പേപ്പർ, നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്ന ആ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ, അത് ആ റിസൾട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആശ്ലേഷിക്കും. നിങ്ങളുടെ പേപ്പർ അവർ പബ്ലിഷ് ചെയ്യും. അത് കൂടുതൽ ചർച്ചാ വിഷയമാക്കും, നമ്മളെ ആദരിക്കും. അത് ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വേറെ എവിടെയും അത് കിട്ടില്ല. താങ്ക് യു. അടുത്ത സർ, ഞാൻ തുടക്കത്തിൽ ഇൻട്രോ പോലെ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഫാക്റ്റ് അല്ല, കള്ളങ്ങളാണെന്നുള്ളത്.
അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? എന്താണ് അതിലൊരു മാറ്റം? ശരിക്കും സോഷ്യൽ മീഡിയ അൽഗോരിതം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണോ? എനിക്കൊന്ന് വിശദമാക്കാം. ഞാനും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ആൽഗോരിതം എന്ന് പറയുന്നത് സയൻസിന് ഫേവറബിൾ ആയിട്ട് വന്നിരുന്നെങ്കിൽ. പക്ഷേ അതൊരു ആഗ്രഹ ചിന്ത മാത്രമാണെന്നുള്ളതാണ്. സയൻസ് നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട്. മാക്സിമം ട്രൈ ചെയ്യാം, പക്ഷെ വെറും എൻ്റർടൈൻമെൻറ്റ് മാത്രമാക്കി കൊടുക്കാനും പറ്റില്ല. നേരത്തെ ചോദിച്ചപ്പോൾ ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു, സയൻസ് എങ്ങനെ ജനകീയമാക്കുക, അല്ലെങ്കിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനിപ്പോൾ അനിമേഷനൊക്കെ ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് അപ്പുറത്തെ എൻഡിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കഷ്ടപ്പാടുണ്ട്. പക്ഷെ മറ്റേത് വളരെ ഈസിയാണ്. ആളുകൾക്ക് ഒരു ബൗദ്ധിക വ്യായാമം ഇല്ലാതെ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ബയസുകളോട് ചേർന്ന് നിൽക്കുന്ന, ഇപ്പം നിങ്ങൾക്കൊരു പച്ചമരുന്ന് കഴിച്ചാൽ ഷുഗർ മാറും എന്നുള്ളൊരു ധാരണയുണ്ടെന്നിരിക്കട്ടെ, ആ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന, നിങ്ങളെ ധാരണകളെ ഒന്നും മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യം തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കുക. അതാണ് ആൽഗോരിതം നോക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാൽ, ഫിയർ മോങ്കറിങ് നടത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അലോപ്പതി മരുന്നുകളെല്ലാം കെമിക്കലുകളാണ്, അല്ലെങ്കിൽ അത് കെമിക്കലാണ്, ഇത് കെമിക്കലാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരു സാധനം വരുമ്പോൾ നാച്ചുറലി സംഭവിക്കുന്ന കാര്യം ആൾ പേടിച്ചിട്ട് കാണും. കാര്യം അവരുടെ ലൈഫിനൊരു ത്രെട്ടായിട്ടാണ് അവർ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ആൽഗോരിതത്തിൽ കയറിപ്പോകും. മാത്രമല്ല, ഈ സ്യൂഡോ സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിന് അത് സയൻസായിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ചിലവാക്കുന്നത് എന്നുള്ളതാണ്. സയൻസിൻ്റെ ഭാഷ, പദപ്രയോഗങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാവുമ്പോൾ സയൻസ് ആണെന്ന് തോന്നിക്കുകയും ചെയ്യും. എന്നാൽ ഈ പറഞ്ഞ എലമെൻറ്റുകളൊക്കെ ആവശ്യത്തിന് ചേർക്കും. കുറച്ച് പേടി, കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആകുമ്പോൾ അത് ഈസി ആയിട്ട് കയറി പോകുന്നുള്ളതാണ് ആ ആൽഗോരിതത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സയൻസിനെ എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള കാറ്റഗറിക്കകത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ സന്തോഷത്തോടു കൂടി കാണുകയും ആക്റ്റീവായിട്ട് കമൻറ്റ് ചെയ്യുകയും ആളുകളുടെ ഇൻവോൾവ്മെൻ്റ് ഒക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എസൻസിൻ്റെ വീഡിയോ ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലോങ് ഫോർമാറ്റ് വീഡിയോകൾ ചെയ്യാറുണ്ട്, 2 മണിക്കൂറൊക്കെ ദൈർഘ്യമുള്ളത്. അപ്പോൾ വളരെ ഗഹനമായ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെയൊക്കെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് റീൽസിൻ്റെ 3 മിനിറ്റാണ് മാക്സിമം. റീൽസിൻ്റെ അറ്റൻഷൻ സ്പാനേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറിയ കണ്ടന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പക്ഷേ ആൽഗോരിതത്തിനകത്ത് നമ്മളെയും കൂടെ പെടുത്താൻ സഹായകരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ആൽഗോരിതത്തിനെ നമുക്ക് എങ്ങനെ സയൻസിൻ്റെ വഴിക്ക്, അല്ലെങ്കിൽ സയൻസ് കൂടുതൽ പ്രചരിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. വളരെ ഷോർട്ട് ഫോർമാറ്റ് വീഡിയോസിൽ, അഥവാ ലോങ് ഫോർമാറ്റ് വീഡിയോ ചെയ്യുന്നെങ്കിലും അതിൻ്റെ കുഞ്ഞ് ഷോർട്ട് വീഡിയോസ് ഇറക്കി കഴിഞ്ഞാൽ സമയമില്ലാത്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകാൻ തോന്നും. താങ്ക് യു. എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോന്ന് വെച്ചാൽ? എനിക്ക് CR പറഞ്ഞ കാര്യം തന്നെയാണ് പറയാനുള്ളത്. അൽഗോരിതം അത് നമുക്കെന്തു വേണോ അതാണ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു യൂട്യൂബ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കില്ല വേറൊരാൾ വീഡിയോസ് കാണുന്നത്. അപ്പം ഒരു മതവിശ്വാസിയാണെങ്കിൽ അയാൾ കാണുന്നത് അത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും. ഒരു വീട്ടമ്മ കാണുകയാണെങ്കിൽ അത്തരത്തിലുള്ളതായിരിക്കും. അപ്പം എൻ്റേത് അത്തരത്തിലുള്ള, അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണമാണ് വ്യൂസിന് കാരണമാകുന്നത്. ഇപ്പം വീട്ടമ്മ കാണുന്നത് ചിലപ്പം സീരിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം, ചിലപ്പം അല്ലാതെ മറ്റ് പുരുഷന്മാർ കാണുന്നതും സീരിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അതിൻ്റെ വ്യൂസ് വളരെയധികം കൂടും. അല്ലെങ്കിൽ അല്ലാതെ ഡെയിലി വ്ളോഗ്സ് കൂടുതലായിട്ട് കാണുന്നവരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അതും കൂടും. അല്ലാതെ നമ്മുടെ സയൻസ് കാണുന്നവരുടെ എണ്ണം അത് താരതമ്യേന ശരിക്കും കുറവാണ്. മലയാളത്തിൽ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. അത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം തമിഴ് ചാനൽ എടുത്താലും തെലുങ്ക് ചാനലുകൾ എടുത്താലും അതിൽ ഏറ്റവും വലിയ ചാനലുകളെല്ലാം 1 ഉം 2 ഉം ഒക്കെയാണ്. ഇപ്പം ഞാനൊരു 2-3 വർഷം മുമ്പ് ഈ സൗത്ത് ഇന്ത്യയിലെ ഈ സയൻസ് യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിക്കവരും തമിഴ് തെലുങ്ക് ആളുകളായിരുന്നു. അവരെല്ലാം 1 ഉം 2 ഉം ആൾക്കാരാണ്. അപ്പോൾ അന്ന് എനിക്കൊന്നും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 350K 400K എന്തോ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അവർ നമ്മളെ ചെറിയ യൂട്യൂബേഴ്സായിട്ടാണ് കണ്ടത്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ 500 എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ചാനലുകൾ. അപ്പം വളരെ മികച്ച രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർക്കൊന്നും അത്രയും വലിയൊരു റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കാര്യമല്ല, അല്ലാതെ ഞാൻ ആരാധിക്കുന്ന വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകൾ ഈ സ്റ്റേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ തന്നെ മനസ്സിൽ കാണുന്ന ഇവർക്കിത് പോരാ എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ റീസൺ മലയാളികളിൽ സയൻസ് കാണുന്നവരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് അൽഗോരിതത്തിൻ്റെ പ്രശ്നമല്ല, കാണുന്ന ആളുകളുടെ പ്രശ്നമാണ്.
അല്ല സുരേഷ്, എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്ക് ഓരോരുത്തർ അയച്ചു തരുന്നത് സദ്ഗുരുവിൻ്റെ വീഡിയോസ്, പല നാച്ചുറോപത്സിൻ്റെ വീഡിയോസ്, ഹോമിയോപത്സിൻ്റെ വീഡിയോസ് ഒക്കെയാണ്. എൻ്റെ സജഷനകത്ത് ഇവരുടെ ഒന്നും വീഡിയോ അല്ല വരുന്നത് മുഴുവൻ അവരുടെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കാണും തോറും അവർക്ക് കൂടുതൽ വ്യൂ കിട്ടുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നതിൽ തന്നെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ് അയച്ചു തരുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം അത് കാണുന്നുണ്ട്, പക്ഷെ അവരാരും സയൻസ് കാണില്ല. അതാണ് എൻ്റെ വ്യത്യാസം. വിജയകുമാർ, ഇപ്പൊ ഇവിടെ പറഞ്ഞു കുറച്ച് ചലഞ്ചസ്, നമ്മൾ സയൻസ് വീഡിയോസ് ഫ്രണ്ടിലേക്ക് വരുന്നില്ല സോഷ്യൽ മീഡിയന്റെ. അപ്പൊ നമ്മൾ പ്രോഗ്രാം ഉദ്ദേശം തന്നെ നമ്മൾ ഈ മേഖലയ്ക്ക് കൂടുതൽ ആളുകൾ കടന്നു വരിക എന്നുള്ളതാണ്. തുടക്കക്കാരായിട്ടും അല്ലാതെയുള്ള ആളുകൾ കൂടുതൽ മേഖലകളിൽ സയൻസ് പബ്ലിഷ് ചെയ്യുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് എന്താണ് ഉപദേശിക്കാനുള്ളത്? അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ടെക്നിക്കുകൾ ഉണ്ടോ അങ്ങനെ ലൈം ലൈറ്റിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്? ഈ സയൻസ് ആണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സയൻസ് പറയാതിരിക്കുന്നതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സയൻസ് ആയിട്ടൊന്നുമല്ല, നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു, അതിൽ സയൻസ് ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ വ്യക്തമാക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു സയൻസ് ചാനലാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ലോകത്തിൻ്റെ പ്രപഞ്ചത്തിനെ പറ്റിയിട്ടുള്ള അറിവുകൾ, പലതരത്തിലുള്ള അറിവുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ശാസ്ത്രം ലളിതമായിട്ട് പറയാൻ ശ്രമിക്കുന്നു. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, സയൻസ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ വേണം. എൻ്റെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ ആംബിഷൻ എന്ന് പറയുന്നത് ഡേവിഡ് ആറ്റൻബറോ ആകുക എന്നുള്ള. ഒരിക്കലും പറ്റിയില്ലെങ്കിൽ പോലും, അതായത് ഡേവിഡ് ആറ്റൻബറോ ആണ് പലപ്പോഴും അദ്ദേഹം ഒരു വീഡിയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം പഠിച്ചെടുത്ത കാര്യങ്ങളിലൂടെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നാച്ചുറൽ സയൻസിന്റെ പല കാര്യങ്ങളും അറിയുന്നത്. അദ്ദേഹത്തോട് യോജിപ്പോ വിയോജിപ്പോ അല്ല, ഇപ്പോഴും 100-ാം വയസ്സിലേക്ക് എത്താൻ പോകുന്ന ഒരാൾ. അത്തരത്തിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ ഉണ്ടാവണം. അവരെല്ലാവരും ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലുള്ളവരോ ഡോക്ടറേറ്റ് ഉള്ളവരോ തന്നെ ആകണമെന്നില്ല. 10ാം ക്ലാസ് പഠിച്ച ഒരു കുട്ടിക്കും സയൻസ് പറയാൻ പറ്റും. അയാൾക്ക് മനസ്സിലായ കാര്യം അയാൾക്ക് ലളിതമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറ്റുമെന്നാണ്. അതിൽ ഈ പറഞ്ഞ പോലെ അബദ്ധങ്ങൾ വരാതെ, കുഴപ്പങ്ങളില്ലാതെ ശാസ്ത്രം തന്നെ പറയുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മെക്കാനിസം കൂടി ഉണ്ടായാൽ മതി. ഞാനായാലും ഞാൻ പറയുന്ന സയൻസ് തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പ് വരണം. എങ്കിൽ മാത്രമേ ഞാൻ പറയാൻ ശ്രമിക്കാറുള്ളൂ. അപ്പോഴാരെങ്കിലും തിരുത്താൻ പറഞ്ഞാൽ അത് തിരുത്താൻ സന്നദ്ധമാകണം. അതിനു വേണ്ട മെക്കാനിസം നമുക്കറിയാം. 100 കണക്കിന് ജേണലുകളുണ്ട്, സയൻസ് ജേണലുകളുണ്ട്, അതിൽ വ്യാജ ജേണലുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. ഏതിനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടി നമുക്ക് പിൻപറ്റേണ്ടത് പിയർ റിവ്യൂഡ് ആണോ എന്ന് നോക്കണം. അത്തരത്തിലുള്ള ഒരു സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ വിദഗ്ധന്മാരായിട്ടുള്ള അവരോടുള്ള ഉപദേശം ചോദിക്കലും പുസ്തകം റെഫർ ചെയ്യലും മാത്രമായിരുന്നു സാധ്യമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. നമ്മുടെ മുമ്പിൽ എന്തും നമുക്കറിയാൻ വേണ്ടി ലോകത്ത് ആർക്കും കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അത് എടുത്തുകൊണ്ട് നമുക്ക് സയൻസ് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സയൻസാണ് പറയുന്നത് എന്ന് മുൻകൂട്ടായിട്ട് അതിൻ്റെ മുകളിൽ പറയണമെന്നൊന്നുമില്ല. സയൻസ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഇടയിൽ ഞാനെപ്പോഴും ശ്രമിക്കുന്നത്, ഞാൻ പരിണാമം പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും പരിണാമമാണ് പറയുന്നത് എന്ന് ഞാൻ പറയാറില്ല. പറയുന്നതിൻ്റെ ഇടയിൽ പരിണാമം വരും, അത് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തും. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പരിണാമത്തിന് എതിര് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയുന്നത് എനിക്ക് കേൾക്കണ്ട എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെവി അടച്ചു കളയും. ഞാൻ ആ ചെവി അടക്കൽ ആഗ്രഹിക്കുന്നില്ല. എൻ്റെത് എല്ലാവരും കേൾക്കണം, എല്ലാവരും കാണണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലളിതമായിട്ട് അറിയുന്ന വിധത്തിൽ സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. സയൻസ് കൂടുതൽ ആളുകളിൽ വരണം. ഈ കേരളത്തിൽ ഈ സയൻസ് കണ്ടന്റുകൾ ചെയ്യുന്നവരുടെ ഒരു 10,000 ചാനലുകൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ ഈ ബാക്കി മാങ്കൂട്ട കറിയും അതിൻ്റെ പുളിശ്ശേരിയുടെയും അല്ലെങ്കിൽ മീൻ വറുക്കലും മാത്രമുള്ള ഒരു ഇടമല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയ മാറും. അത്തരത്തിൽ മാറുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തും. 100 പേര് പറയുമ്പോൾ അതിൽ 10 പേരുടെ അങ്ങ് എത്തും. ഇപ്പോഴുള്ളത് നമ്മൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പോരാ, നമുക്ക് എല്ലാവർക്കും, ഇന്ന് വന്ന എല്ലാവർക്കും സയൻസ് പറയാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പുള്ള ഒരാളാണ് ഞാൻ. വളരെ ചെറിയ ഏതെങ്കിലും ഒരു കാര്യമായ പോലും അത് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന, നമ്മുടെ വീട്ടിലെ മുത്തശ്ശിക്ക് മനസ്സിലാകുന്നത് പോലെ എന്ന് പറയും പോലെ അത്രയും ലളിതമായിട്ട് പറയാൻ എല്ലാം പറ്റണമെന്നില്ല. ക്വാണ്ടം ഫിസിക്സ് പറയാൻ അത്ര ലളിതമായിട്ട് പറയണമെന്നില്ല. പക്ഷെ ക്വാണ്ടം ഫിസിക്സ് എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അത്തരത്തിൽ ലളിതമായിട്ട് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് കൊണ്ട് ഉള്ള ഗുണം
നമ്മളും കൂടുതൽ കൂടുതൽ മികച്ച മനുഷ്യരായി മാറും, ലോകവീക്ഷണമുള്ളവരായി മാറും, നമ്മുടെ അറിവുകളും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കും. ഞാൻ 60 വയസ്സായ ഒരാളാണ്. ഞാൻ ഇപ്പോഴും ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയൊരു കാര്യം ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ എത്രയോ മണിക്കൂറുകൾ അതിനു വേണ്ടിയിട്ട് മാറ്റുന്നു. നമുക്കെല്ലാവർക്കും മാറ്റാം. അത് നൽകുന്ന സന്തോഷങ്ങളുണ്ട്, പുതിയ അറിവുകൾ നൽകുന്ന ആഹ്ലാദമുണ്ട്. അത് നമ്മളെ കൂടുതൽ കൂടുതൽ എനർജി ഉള്ളവരാക്കി മാറ്റും. ശാസ്ത്രം കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാം മുന്നിട്ടിറങ്ങണം. അതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. വിഷ്ണു, നമ്മൾ മലയാളികളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയും അത് അശാസ്ത്രീയമായതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്. ഒരു റോഡ് കുഴി വീണ പറയും അശാസ്ത്രീയ നിർമ്മാണം കൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. പക്ഷേ ഇത്രയൊക്കെ ശാസ്ത്രീയമാവണമെന്ന് ശഠിക്കുന്ന നമ്മൾ എളുപ്പത്തിലാണ് ഈ കപടശാസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ തട്ടിപ്പുകളിലൊക്കെ വീണു പോകുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എതിരൻ കതിരവൻ്റെ മസ്തിഷ്കം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ എതിരൻ കതിരവൻ നേരിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ പേര് ബ്രെയിൻ ആൻഡ് ഗാഡ് എന്നാണ്. അപ്പം നമ്മുടെ ദൈവവിശ്വാസവും തലച്ചോറിൻ്റെ പ്രവർത്തനവും തമ്മിലുള്ള ഒരു കണക്ഷനാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത്. അപ്പോൾ അതിൽ ഇതിൻ്റെ ഉത്തരവുണ്ട്. വലിയ ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ഞാൻ വളരെ ചുരുക്കി ഞാൻ അതിലെ പ്രസക്ത ഭാഗങ്ങളൊന്ന് പറയാം. അതായത് മനുഷ്യരുടെ പ്രാചീന കാലഘട്ടം മുതൽ തന്നെ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അടക്കം ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെയുള്ള ഇതിൽ വിശ്വാസങ്ങളുണ്ട്. അതിനർത്ഥം നമ്മുടെ തലച്ചോറിനും നമ്മൾ ഈ വിശ്വാസവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സുരേഷിനോട് പറയുകയാണ്, വിജയകുമാർ ചേട്ടനെ തല്ലി കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിന്നൽ മുരളിയെ പോലെ അത്ഭുത ശക്തിയുള്ളൊരു വ്യക്തിയാണെന്ന് എന്നോട് പറയുകയാണ്. അപ്പം ആ സമയത്ത് എനിക്ക് 2 ഉത്തരം പറയാം. ഒന്നെങ്കിൽ ഞാൻ പറയാം തമാശ പറയാതെ പോയേട്ടാന്ന് പറയാം. മറ്റൊന്ന് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്നാൽ നമുക്കതൊന്ന് ശ്രമിക്കാമെന്ന് പറയും. ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകത തന്നെയാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ലോജിക്കലി അനലൈസ് ചെയ്യുന്നത് നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. അപ്പോൾ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൽ തന്നെ 2 ഭാഗങ്ങൾ പരസ്പരം ഒരു മത്സരത്തിലായിരിക്കും ഈ ഒരു സമയത്ത്. ഒരു ഭാഗം പറയുന്നത് ഡോർസോ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്. ആ ഭാഗം പറയുന്നത് ഈ പറയുന്ന കാര്യം തെറ്റാണ്, അത് അംഗീകരിച്ച് കൊടുക്കരുത്, അങ്ങനെ തല്ലിക്കൊന്നൊന്നും സംഭവിക്കത്തില്ലെന്നാണ് പറയുന്നത്. അതേസമയം മറ്റൊരു ഭാഗം പറയുന്നത് അത് വെൻട്രോ മീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്. ആ ഒരു ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത് അത് സത്യമാണ്, എത്രയും പെട്ടെന്ന് തല്ലിക്കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മത്സരം മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത് ആ ഡിസിഷനായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു കാര്യമാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നു, അപ്പോൾ ചേട്ടാ അപ്പം എൻ്റെ അവിടെ വിജയിച്ചത് നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ ഭാഗമാണ്. പക്ഷെ എന്നോട് വേറൊരു കാര്യം പറയുകയാണ് മുള്ളാത്ത കഴിച്ചാൽ ക്യാൻസർ മാറും. ആ സമയം വീണ്ടും ഒരു മത്സരം നടക്കുകയാണ്. നമ്മുടെ മുൻകാല എക്സ്പീരിയൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മത്സരം നടന്നുകൊണ്ടിരിക്കും. അതിലാരാണോ വിജയിക്കുന്നത് ആ തീരുമാനമായിരിക്കും നമ്മൾ എടുക്കുക. അത് എത്രമാത്രം റാഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാൾ എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ അശാസ്ത്രീയമായിരിക്കും. അയാൾ ചിലപ്പോൾ ശാസ്ത്രീയമെന്ന് വിശ്വസിക്കുന്നത് അശാസ്ത്രീയമായിരിക്കും. അതിൻ്റെ കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ആ ഒരു പ്രവർത്തന രീതി തന്നെയാണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളിൽ ഈ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് അത് മെച്യൂർഡ് ആയിട്ടില്ല. ഒരു 25-30 വയസ്സൊക്കെ ആകുമ്പോഴേ മെച്യൂർഡ് ആകത്തുള്ളൂ. ഒരു 4-5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. ആ സമയത്തൊക്കെ ടെമ്പറൽ കോർട്ടക്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ടെമ്പറൽ കോർട്ടക്സിന് ആ പ്രായത്തിൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുട്ടി എടുക്കുന്ന തീരുമാനം അത് ലോജിക്കലി ഉള്ള തീരുമാനമായിരിക്കില്ല. നമ്മൾ എന്ത് കെട്ടുകഥ പറഞ്ഞാലും അത് ആ കുട്ടി സീരിയസ് ആയിട്ട് എടുക്കും. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടി അത് അതേപടി തന്നെ എടുക്കും. പിന്നീട് ആ കുട്ടി വളർന്നു വലുതാകുമ്പം നമ്മൾ തിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അവിടെ സിംഗുലേറ്റ് കോർട്ടക്സ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗമായിരിക്കും പ്രവർത്തിക്കുക. അതായത് നമുക്ക് ഇഷ്ടമല്ലാത്ത എന്ത് കാര്യം ഞാൻ തീർക്കുകയാണ്. അതായത് സിംഗുലേറ്റ് കോർട്ടക്സ് നമ്മളുടെ വിശ്വാസത്തിനെതിരെ ആരെന്ത് സംസാരിച്ചാലും സിംഗുലേറ്റ് കോർട്ടക്സ് അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. ഒരു മോശമായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ എന്താണോ നമ്മുടെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു മോശമായ ഗന്ധം നമ്മൾ എന്താണോ ശ്വസിക്കുമ്പോൾ എന്താണോ അവസ്ഥ, ആ ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ വിശ്വാസത്തിനെതിരെ ആളുകൾ പറയുമ്പം നമുക്കുണ്ടാകുക. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു. നമുക്ക് സമയം കുറഞ്ഞാണ്. ലാസ്റ്റ് ചോദ്യം സിയാർ, നമ്മൾ ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ശാസ്ത്രീയം എന്നുള്ള വാക്കുകളെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മലയാളത്തിലും നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ശാസ്ത്രീയം എന്നുള്ള പക്ഷിശാസ്ത്രം, ആശ്രയശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട്
നമുക്ക് ശരിക്കും ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ സയൻസ് എന്നുള്ള ഇക്വേഷൻ ഇനിയും ഫോളോ ചെയ്യണോ? അതായത് നമ്മൾ ഈ ശാസ്ത്രം എന്നുള്ള വേർഡ് ഉപയോഗിച്ച് സയൻസ് തന്നെയല്ലേ നമ്മൾ കൂടുതൽ നമ്മൾ അറ്റ്ലീസ്റ്റ് സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ ഈ അടുത്താണ് നമ്മൾ മോഡേൺ മെഡിസിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്, ഒരു 5-10 years ആയിട്ടുള്ളൂ. അതിന് മുന്നേ നമ്മൾ സ്ഥിരമായിട്ട് അലോപ്പതി, കാരണം അലോപ്പതി തെറ്റാണെന്നുള്ളത് ഇപ്പോഴേ അറിഞ്ഞിട്ടുള്ളൂ. വളരെ ചുരുക്കം ഡോക്ടർമാർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ മോഡേൺ മെഡിസിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രം ഈക്വൽ ടു സയൻസ് എന്നുള്ള ആ ഒരു വേർഡ് മാറ്റേണ്ട സമയമായില്ലേ? ശാസ്ത്രം എന്നുള്ള വാക്ക് സയൻസ് ആക്കിയത് കൊണ്ട് സയൻസ് എന്നുള്ള ഒരു രീതിയിൽ തന്നെ അർത്ഥമെടുക്കൂ എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പേര് മാറ്റിക്കൊണ്ട് കാര്യമില്ല. സയൻസ് എന്താണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആളുകളിലേക്ക് വരിക, അല്ലെങ്കിൽ സയൻസിൻ്റെ മെത്തഡോളജി എന്താണെന്നുള്ളത് ആളുകൾ കൃത്യമായി മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം. ഇപ്പോൾ പലപ്പോഴും വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ കാണുമ്പോൾ വാക്കിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ ഹോമിയോപ്പതിയെ പറ്റി പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് കാണാൻ പറ്റിയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മൊട്ടത്തല പറ്റി കളിയാക്കുന്നത്, ബോഡി ഷേമിങ് ചെയ്യും. അതവർക്ക് പ്രത്യേകിച്ച് ആ സയൻസിൻ്റെതായ രീതി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലീൻ റിബട്ടൽ ഒന്നും തരാനില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമാണ് തോന്നുന്നത്. അപ്പോൾ മൊട്ടത്തലയെ പറ്റി പറഞ്ഞാലും അതിനകത്ത് ഉള്ള ഹോമിയോപ്പതിക്കുള്ള തെളിവ് 0 ഇനി വേറെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നിനക്ക് ക്യാൻസർ വരുമ്പോൾ നീ മുള്ളാത്ത വാങ്ങിച്ച് കഴിച്ചോളും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും, ഞാൻ പ്രാവലിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. നിങ്ങൾ പ്രാവലിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്രാവി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരാനോ പേടിക്കാനോ ചാവാനോ സാധ്യതയുണ്ട്. പക്ഷേ ഇതും സംഭവിക്കില്ല. ഇതൊന്നും അല്ലാതെ ഈ അബ്യൂസീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, അച്ഛൻ അമ്മ ഒക്കെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ തെളിവ് വട്ടപൂജയാണ്. അതാണ് സയൻസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മുടെ പരിപാടിയുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വളരെ നല്ല ഡിസ്കഷൻ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു സർ. സയൻസ് വ്ലോഗിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ഈ സെഷനിന് പങ്കെടുത്ത വിജയകുമാർ ബ്ലാത്തൂരിന് മെമന്റോ നൽകുന്നതിനായി ജിറ്റി ചോളമറ്റത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിഷ്ണു വസുദേവിന് മെമന്റോ സമ്മാനിക്കുന്നതിനായി സുരൻ നൂറനാട്ടുകരയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചന്ദ്രശേഖർ രമേശിന് മെമന്റോ നൽകുന്നതിനായി സെറീന ആദർശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുരേഷ് ചെറുളിക്ക് മെമന്റോ സമ്മാനിക്കുന്നതിനായി രഞ്ജിത്ത് കടമ്പാട്ടിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ അതിഥികളായ 3 വ്ളോഗർമാർക്കുമുള്ള 10,000 രൂപയുടെ ക്യാഷ് അവാർഡും പ്രശംസാപത്രവും വൈകിട്ടുള്ള അവാർഡ് ദാന ചടങ്ങിൽ വിതരണം ചെയ്യുന്നതായിരിക്കും.